ED എക്സ്ട്രാ ഡീസന്റ് സ്റ്റാറിംഗ് സുരാജ് വെഞ്ഞാറമൂഡ്. ടോക്സിക് പാരന്റിംഗ് എന്ന സബ്ജക്ട് അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ലൈറ്റ് ഹ്യൂമർ പ്രതീക്ഷിച്ചൊന്നും പോരുത്. നല്ല രീതിയിൽ ഡാർക്ക് സിനിമയാണ്. അത്യാവശ്യം കുറച്ച് ഹ്യൂമർ ഉണ്ടെങ്കിൽ പോലും ഈ സിനിമ കൊണ്ട് ചിലപ്പോൾ ഉദ്ദേശിച്ചത് ടോക്സിക് പാരന്റിംഗ് ചിലപ്പോൾ നിങ്ങൾക്ക് ആപത്ത് കൊണ്ടുവരാമെന്നൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഒരു നല്ല എക്സിക്യൂട്ടഡ് ഡാർക്ക് ഹ്യൂമർ സിനിമ തന്നെയായിരുന്നു ED എക്സ്ട്രാ ഡീസന്റ്. ആമിർ പള്ളിക്കലാണ് ഡയറക്ടർ ഓഫ് ആയിഷ, സ്റ്റാറിംഗ് മഞ്ജു വാര്യർ. ആ ഒരു സിനിമയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആമിർ ശരിക്കും ഇമ്പ്രൂവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈ ഡാർക്ക് ഹ്യൂമർ എന്ന ജോണർ നല്ല ജസ്റ്റിസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എല്ലാ ആസ്പെക്ട്സും കൊണ്ടും. ആഷിഫ് കക്കോടിയാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു പ്രെഡിക്റ്റബിലിറ്റി ഒക്കെ വെട്ടിമാറ്റി ഒരു ഡിഫറെന്റ് നറേഷൻ വർക്കൗട്ട് ആകാൻ സാധിച്ചിട്ടുണ്ട്. ആകെ ഒരു ഗ്രിപ്പിംഗ് സ്ക്രീൻ പ്ലേ മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് ആ ഒരു ഇമ്പാക്ട് കുറയുന്ന പോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇമ്പാക്ട് റൈറ്റിംഗ് സൈഡിൽ കുറഞ്ഞെങ്കിൽ പോലും സുരാജിന്റെ പെർഫോമൻസും അത് നമുക്ക് വേണ്ട രീതിയിലുള്ള ഇമ്പാക്ട് നല്ല രീതിയിൽ തരുന്നുണ്ടായി. ആ ഒരു ബ്രില്യന്റ് ആക്ടർ ആണ് ഈ സിനിമയുടെ ഒരു വലിയ വിജയം. ഹോൾ സിനിമ സ്വന്തം മോനെ പോലെ നോക്കിയിട്ടുണ്ട്. നമ്മൾ ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ പോലും സുരാജിന്റെ പെർഫോമൻസ് നമ്മുടെ മനസ്സിനകത്തുണ്ടാവും. സുധീർ കരമന അച്ഛൻ വേഷത്തിൽ തകർത്തു. വിനയ പ്രസാദ് അമ്മ വേഷത്തിൽ വളരെ നന്നായിരുന്നു. ഗ്രേസി ആന്റണി, ശ്യാം മോഹൻ അവർ റെസ്പെക്ടഡ് റോൾസിൽ വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. വിനീത് തട്ടിൽ, റാഫി ഇവരും അവർ റെസ്പെക്ടഡ് റോൾസിൽ നല്ലൊരു ഹ്യൂമർ തരാൻ സാധിച്ചിട്ടുണ്ട്. അങ്കിത് മേനോനാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇത്രയും കാലത്തിലെ അങ്കിത്തിന്റെ മ്യൂസിക്കിൽ ഈ ഒരു സിനിമയിലെ മ്യൂസിക്കാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫിൽ ഒരു വയലിൻ കമ്പോസിഷൻ ഉണ്ട്. അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് തരാൻ സാധിച്ചിരിക്കുന്നത്. ഷാരോന്റെ വിഷ്വൽസ് വളരെ നന്നായിരുന്നു. ആ ഒരു സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള ഇമ്പാക്ട് തരാൻ സാധിച്ചിട്ടുണ്ടായി. എഡിറ്റിംഗ് കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു തോന്നി. ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലാണെങ്കിലും എസ്പെഷ്യലി ക്ലൈമാക്സിൽ ഈ സീക്വൻസിൽ അല്ലെങ്കിൽ സീൻസ് ഇങ്ങനെ പെട്ടെന്ന് വീണ്ടും റിപ്പീറ്റ് ആവുന്ന ഒരു നമുക്കൊരു ഫീൽ വരും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ട്രിം ചെയ്തായിരുന്നു ബെറ്റർ എക്സ്പീരിയൻസ് തരാൻ സാധിച്ചേനെ. കളർ വളരെ നന്നായിരുന്നു. ഓവറോൾ ഒരു വെൽ എക്സിക്യൂട്ടഡ് ഡാർക്ക് ഹ്യൂമർ സിനിമ തന്നെയായിരുന്നു ED. മോസ്റ്റ്ലി വാച്ച് ഇറ്റ് ഫോർ സുരാജിന്റെ ബ്രില്യൻ പെർഫോമൻസ്.